ഇപ്പൊ കാണിച്ചുതരാം തെളിവ്. ദാ സർ, നോക്ക്. ദാ സർ, നോക്ക്. ഇത് തന്നെയല്ലേ അത്? അതെ, അത് തന്നെ. സാറേ കുറച്ചുകൂടെ ബാക്കിലോട്ട്. ഇത് തന്നെയല്ലേ? ലെഫ്റ്റിലേക്ക് നോക്കൂ. സാർ ഒന്ന് പോസ് ചെയ്യോ? നമ്പർ പ്ലേറ്റ് ഒന്ന് സൂം ചെയ്യൂ. കുറച്ച് ബാക്കിലേക്ക്. നമ്പർ പ്ലേറ്റ് ഒന്നും വ്യക്തമല്ലെന്നേ. അല്ല, ബാക്കിലേക്ക് വരുമ്പോ ഇതാണോ ഈ ഷർട്ട്? സർ, ഇത് ബാബുക്കുട്ടന്റെ ഷർട്ട് തന്നെയാ. ഇത് ബാബുക്കുട്ടൻ തന്നെയാ സർ, ഉറപ്പാ, എനിക്ക് ഉറപ്പാ. അന്ന് വന്നപ്പോ ഇയാൾ ഈ ഷർട്ട് തന്നെ ഇട്ടിരുന്നത്. ഇത് ബാബുക്കുട്ടൻ തന്നെയാ. സാർ, അശ്വതി ചേച്ചി ടെക്സ്റ്റൈൽസിൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വഴിക്കായിരുന്നു സംഭവം. ഞങ്ങൾ അന്നേരം ടെക്സ്റ്റൈൽസിൽ വെയിറ്റ് ചെയ്യായിരുന്നു. എത്ര മണിക്കായിരുന്നു ആകാശ് നിങ്ങൾ വിളിച്ചിരുന്നത്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ 12 മണിയായി. ഞാൻ അപ്പൊ തന്നെ ബാബുക്കുട്ടനെ എന്റെ കൂടെ വിളിച്ചോണ്ട് വന്നു. എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു സർ. നേരത്തെ ഒരു രജനിയുടെ കേസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ആ, ഉണ്ടായിരുന്നു സർ. അതിലൊരു ടാറ്റുവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, നിങ്ങളൊന്ന് എഴുതേ ചെല്ലേ. ആ ടാറ്റു എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സർ, എനിക്ക് ഉറപ്പാ. ഈ 2 കേസിലും ബാബുക്കുട്ടൻ തന്നെയാ. ആ ടാറ്റു ഒന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചു തരാമോ? ഇതിലാ ഷിബു എന്ന് പറഞ്ഞ വള്ളക്കാരനെ നിങ്ങൾ എപ്പോഴാ കണ്ടത്? സാർ, അത് സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞു.